കൂജന്തം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. ശ്രീരാമായ നമഃ. വാൽമീകി രാമായണം യുദ്ധകാന്ഡം 42-ാം സർഗം. യുദ്ധാരംഭം. രാക്ഷസന്മാർ രാവണ മന്ദിരത്തിലെത്തി. രാമൻ വാനര സൈന്യത്തോടുകൂടി ലങ്കാപുരിയെ വളഞ്ഞിരിക്കുന്നു എന്ന് അറിയിച്ചു. രാവണൻ ലങ്കാ സംരക്ഷണത്തിനുള്ള ഏർപ്പാടുകൾ ഇരട്ടിപ്പിച്ചു. ഉയർന്ന ഒരു മേടയിൽ കയറി നിന്ന് നാലുപുറവും നോക്കി. ലങ്കാരാജ്യം മുഴുവനും മർക്കട സൈന്യത്താൽ നിറഞ്ഞിരിക്കുന്നു എന്ന് കണ്ടു. രാവണൻ വിശാല നേത്രങ്ങൾ തുറന്ന് ശ്രീരാമനെയും കപിഗണത്തെയും വീക്ഷിച്ചു. ശ്രീരാമസ്വാമി പടയോടുകൂടി മുന്നോട്ട് നീങ്ങി. ശ്രീരാമൻ സീതയെക്കുറിച്ചോർത്തു. ഇവിടെയാണ് സീത ഞാൻ കാരണം പീഡനങ്ങൾ സഹിച്ച് മെലിഞ്ഞ് വെറും തറയിൽ ഉറങ്ങുന്നത്. രാമൻ ശത്രുവധത്തിന് വാനരന്മാർക്ക് ആജ്ഞ നൽകി. മർക്കടപ്പട അലറി. ഗിരിശൃംഗങ്ങൾ കൊണ്ടോ മുഷ്ടികൾ കൊണ്ടോ ലങ്കയെ തകർക്കാം. പർവ്വതശൃംഗങ്ങളും വലിയ ശിഖരങ്ങളും ഏന്തിയും പല മരങ്ങൾ പറിച്ചെടുത്തും വാനരന്മാർ നിലയുറപ്പിച്ചു. വാനരന്മാർ മരങ്ങൾ കൊണ്ടും പർവ്വതാഗ്രങ്ങൾ കൊണ്ടും കോട്ടയുടെ മുകൾ ഭാഗങ്ങളും കമാനങ്ങളും തകർത്തു. കിടങ്ങുകൾ പൂഴി കൊണ്ടും കൊടുമുടികൾ കൊണ്ടും പുല്ലും മരങ്ങളും കൊണ്ടും തൂർത്തു. 100 കോടിയും 1000 കോടിയും ചേർന്ന സംഘങ്ങളായി ലങ്കയിൽ കയറി. ബലശാലിയായ രാമൻ ജയിക്കട്ടെ, ഊർജിതനായ ലക്ഷ്മണൻ ജയിക്കട്ടെ, രാമപരിപാലിതനായ സുഗ്രീവൻ ജയിക്കട്ടെ, ഇപ്രകാരം വിളിച്ചു പറഞ്ഞുകൊണ്ട് വാനരന്മാർ ലങ്കയുടെ കോട്ടമേൽ പാഞ്ഞു കയറി. വാനരനായകന്മാരായ വീരബാഹു, സുബാഹു, നളൻ എന്നിവർ മതിൽ തല്ലി തകർത്തു. അതേസമയം പടകളെ അണിനിരത്തുകയും ചെയ്തു. 10 കോടി വാനരന്മാരോടൊന്നിച്ച് കിഴക്കേ വാതിൽക്കൽ കുമുദൻ എത്തി. അവൻ്റെ തുണക്കായി വാനരന്മാരാൽ ചുറ്റപ്പെട്ട് പനസനും പ്രഹസനും നിലയുറപ്പിച്ചു. 20 കോടി പടയോടൊത്ത് ശതബാലി എന്ന വാനരൻ തെക്കേ ഗോപുരത്തിൽ തടുത്തു നിന്നു. താരാതാതനും ബലശാലിയുമായ സുഷേണൻ 60 കോടി സേനയോടെ പടിഞ്ഞാറേ വാതിൽ കാത്തു നിൽപ്പായി. രാമലക്ഷ്മണന്മാർ നിലയുറപ്പിച്ച വടക്കേ വാതിൽ കാത്ത് അവിടെ വാനര രാജാവായ സുഗ്രീവൻ നിൽപ്പായി. ഗവാക്ഷൻ കോടി സേനയോടൊത്ത് രാമൻ്റെ ഒരു വശത്ത് നിലകൊണ്ടു. ധൂമ്രൻ കോടി ഋക്ഷന്മാരോടൊപ്പം രാമൻ്റെ മറ്റൊരു വശത്തും നിന്നു. വിഭീഷണൻ അമാത്യന്മാരോടുകൂടി രാമൻ്റെ അടുത്തായി നിലയുറപ്പിച്ചു. ഗജൻ, ഗവാക്ഷൻ, ശരഭൻ, ഗന്ധമാനദൻ എന്നീ സേനാനായകന്മാർ എല്ലായിടത്തും ഓടി നടന്ന് വാനരസേനയെ കാത്തുപോന്നു. രാക്ഷസരാജൻ തൻ്റെ സേനകൾക്ക് പുറപ്പെടാൻ ആജ്ഞ നൽകി. രാക്ഷസന്മാർ പെരുമ്പറകൾ മുഴക്കി. 100,000 ശംഖങ്ങളുടെ നാദം ഉച്ചത്തിൽ മുഴങ്ങി. വാനര സൈന്യം ആർത്തു വിളിച്ചു. ആ ശബ്ദം ഗുഹാന്തർഭാഗങ്ങളിലെല്ലാം മാറ്റൊലിക്കൊണ്ടു. ശംഖനാദം, പെരുമ്പറയടി, ആനകളുടെ ചിഹ്നം വിളി, കുതിരകളുടെ ചിനക്കൽ ഇവയാൽ മണ്ണും വിണ്ണും കടലും മുഴങ്ങി. മർക്കടന്മാരും രാക്ഷസന്മാരും തമ്മിൽ പണ്ട് ദേവാസുര യുദ്ധം പോലെ ഘോരമായ യുദ്ധം ആരംഭിച്ചു. രാക്ഷസന്മാർ ഗദകൾ കൊണ്ടും ശക്തി, ശൂലം, വെൺമഴു എന്നിവ കൊണ്ടും വാനരന്മാരെ ആക്രമിച്ചു. കുരങ്ങന്മാർ മരങ്ങൾ കൊണ്ടും പർവ്വതശിഖരങ്ങൾ കൊണ്ടും നഖങ്ങൾ കൊണ്ടും പല്ലുകൾ കൊണ്ടും രാക്ഷസന്മാരെ ഹനിച്ചു. മതിലിന്മേൽ നിൽക്കുന്ന ഭയങ്കരന്മാരായ രാക്ഷസന്മാർ നിലത്തു നിൽക്കുന്ന വാനരന്മാരെ കവണകൾ കൊണ്ടും ശൂലങ്ങൾ കൊണ്ടും കീറി മുറിച്ചു. തറയിൽ നിൽക്കുന്ന കുരങ്ങന്മാർ കോപത്തോടുകൂടി മാനത്തേക്ക് ചാടി മതിലിന്മേൽ നിൽക്കുന്ന രാക്ഷസന്മാരെ കൈകൾ കൊണ്ട് തള്ളി നിലത്ത് വീഴ്ത്തി. ചോരയും മാംസവും കൊണ്ട് ചെളി കെട്ടിയ മഹായുദ്ധം
മർക്കടന്മാരും രാക്ഷസരും തമ്മിൽ അത്യത്ഭുതകരമായി തുടർന്നു. ഇവിടെ 42-ാം സർഗം അവസാനിക്കുന്നു. ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ.